പിന്നും വന്നു. നമ്മുടെ പുതിയൊരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ വൻ വൈറലായിട്ട് നിൽക്കുന്ന ഒരു കപ്പിളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കൂടെ ഉള്ളത് രോഹിത്തും രശ്മിയും. നമസ്കാരം. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ട്. ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. ഓക്കെ, എനിക്ക് കൊറോണയൊന്നുമില്ല. ഇല്ല, ഇത് അതല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ്. പെട്ടെന്ന് ഞാൻ തരാം. അല്ല, എന്താ വെച്ചാല് പെട്ടെന്ന് നമ്മള് അങ്ങനെ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് അത് ഞാൻ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറഞ്ഞുപോയി. അത് വെച്ച് നിങ്ങൾ കൊലകാലൊന്നും ചെയ്യാതെ നടത്തിയില്ലേ, ഇനി അത് നടക്കൂല. പെട്ടെന്ന് അങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു ഫീൽ അടിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബേസിക് ഹൈജീന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ, വിഷയമില്ല, അപ്പൊ പ്രശ്നം തീർന്നു. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ. കാരണം പ്രശ്നേഷന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും സാനിറ്റൈസ് ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയാമോ? ഞങ്ങൾ രണ്ടും കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എങ്ങനെയും ഒന്ന് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാം. അതായത് ഷെയ്ക്ക് ഹാൻഡ് ആയിരുന്നു, ഞങ്ങൾ സാനിറ്റൈസർ അടിക്കുന്നു, എന്നിട്ട് സാനിറ്റൈസർ വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി ട്രിഗർ ആവുന്ന പോലെ അഭിനയിച്ചോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഒരു സാധാരണ ഒരാളെ ഞങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു സെഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സംഭവം ഇതുപോലെ മറ്റേ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞൊരു നിങ്ങൾ വീഡിയോ ചെയ്യുന്ന പോലെ കാണിക്ക്, ആങ്കറിനെ ഇഷ്ടപ്പെട്ടില്ല, ക്രൂ ഇഷ്ടപ്പെട്ടില്ല, ലൈറ്റിംഗ് സെറ്റപ്പ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ നോട്ടം ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രശ്നം അഭിനയിക്കാനാണേലും അത് ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ ആക്ടിങ് സ്കിൽസ് എല്ലാം പുറത്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതുപോലെ കാണിക്കൂ. പ്രത്യേകിച്ചും നമ്മൾ എന്ത് ചെയ്താലും കുറ്റങ്ങൾ തേടി നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുള്ളത്തോളം കാലം പണിയൊന്നും ഇല്ലാണ്ട് വീട്ടുകാരുടെ തീറ്റയില്ലാതുകൊണ്ട് നടക്കുന്ന കമന്റ് തൊഴിലാളികളുണ്ട്. അങ്ങനെയുള്ളവരുള്ളിടത്തോളം കാലം അങ്ങനെയുള്ളവർ എല്ലാത്തിലും ട്രിഗർ ആവും. അപ്പം അവരെ ഒന്ന് ട്രിഗർ ആക്കുക എന്നുള്ളത് എനിക്ക് ഇച്ചിരി ഒരു സുഖമുള്ള കാര്യമാണ്. എന്ത് എപ്പോ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഹൈലി കണ്ടാമിനേറ്റിംഗ് ഒരു മിനിറ്റ്, നന്നായിട്ട് പഠിച്ചിട്ട് വന്നായിരുന്നു. ഞങ്ങൾ പുറത്തു പോയപ്പോഴത്തേക്കും ഒരു അങ്കിള് വന്ന് ഞങ്ങളോട് ചോദിച്ചു ഒരേപോലെ എങ്ങനെ സെറ്റായിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരൻ ചോദിച്ച ടോൺ ഇച്ചിരി റോങ് ആയിരുന്നു. ഞാൻ പറഞ്ഞു അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാ. അതെ, ബേസിക്കലി ഇപ്പം ഞങ്ങൾ എങ്ങനെ ഒരേ വേവ് ലെങ്തിൽ എത്തി എന്നുള്ള ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനാണ്, അല്ലെ കൺസേൺ ആണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടുമുട്ടി, അപ്പോൾ തൊട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്തിനാ കുട്ടികളെ അകന്ന് നിൽക്കുന്നത്? നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ? മേഡ് ഫോർ ഈച്ച് അതർ. കാരി ഓൺ. പിന്നെ എപ്പോഴൊക്കെയോ ഒരു കണക്ഷൻ തോന്നി, അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡായിട്ട് ഒരു റിലേഷനിലോട്ടൊക്കെ പോയി. അങ്ങനെ ട്രോൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് ഈ ഒരു രീതിയിലൊക്കെ വരണം, അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരാളെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സൈബർ ബുള്ളിങ് എന്ന രീതിയിൽ ആവരുത് ട്രോളുകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും.